लगता है ये इस दीवाने की मौत भी ना जिसे रोक पाएगी। ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. സ്ലോ പോയ്സൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു മാക്സിമം ലാഗ് അടുപ്പിക്കാതെ ഇടാൻ വേണ്ടി നോക്കാമെന്ന്. അപ്പോൾ കിട്ടുന്ന സമയത്തിന് എത്രയും പെട്ടെന്ന് ഇട്ട് ഈ സ്റ്റോറി തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. മീൻസ് സ്റ്റോറിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറിയെക്കുറിച്ച് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. മീൻസ് ഇപ്പോൾ ഏതെങ്കിലും മുമ്പുണ്ടായ അലിഗേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ അതല്ലാതെ എൻ്റെ എഡിറ്റിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റോറി റൈറ്റിംഗ് രീതിയിലോ ഡബ്ബിങ്ങിലോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോറിയുടെ വീതി പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ എനിക്കത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും എക്സാം ടൈമാണ്, എക്സാമിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, തിരക്കായിരിക്കും. അപ്പോൾ അതിനിടയിൽ കൂടി തന്നെ വന്ന് കണ്ട് നിങ്ങൾ സപ്പോർട്ട് തരുന്നതിൽ ഒരുപാട് സന്തോഷം. എന്നിരുന്നാലും നമ്മുടെ പഠിത്തത്തിലും അല്ലെങ്കിൽ മറ്റു കരിയറിലും കൂടെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം, മീൻസ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ എല്ലാം നല്ലതുപോലെ തന്നെ വരട്ടെ. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. അല്ല അപ്പു, ഇവിടുത്തെ ആരാ? ഐ മീൻ ഇതാരുടെ വീടാ? ഇതോ? ആ, ഇത് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ എൻ്റെയും മിത്രയുടെയൊക്കെ വീട്. അപ്പോൾ മിത്രയുടെ ആരാ അപ്പു? ഞാനോ? ഞാൻ സിസ്റ്റർ. ആ സിസ്റ്ററോ? സ്വന്തം സിസ്റ്ററോ? എന്താ സംശയം? അത് കേട്ടതും കൗശികം എല്ലാം അവിടെ നിന്ന് വലിയാൻ തുടങ്ങി. കാരണം ഒരു മിത്രയെ സഹിക്കാൻ പെടുന്ന പാടെ അവനറിയാം. ഇനി അതിൻ്റെ സിസ്റ്ററിനെയും കൂടി സഹിക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് അവൻ മെല്ലെ അവിടെ തടി വീരാൻ ശ്രമിച്ചു. അല്ല കൗശികേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചേ? കൗശികേട്ടനോ? കൗശികേട്ടന് വിരോധം ഇല്ലെങ്കിൽ കൗശികേട്ടൻ നാളെ മുതൽ ഞാൻ സോറി കൗശികേട്ടൻ, ഞാൻ മറന്നു. കൗശികേട്ടൻ ഞാൻ കൗശികേട്ടന് വേണ്ടിയിട്ട് ഇത് ചെയ്തത്. കൗശികേട്ടൻ എന്നെ കണ്ടില്ലല്ലോ. എന്താ കൗശികേട്ടൻ അവൾക്കുള്ളത്? കൗശികേട്ടൻ എന്ത് എന്നെ വേണ്ടത്? ഞാൻ കുലറിയത് കൗശികേട്ടൻ എന്നെ വേണ്ടത്. അപ്പോൾ ശരി സഹോദരി, ഞാൻ വരാം. അല്ല കൗശികേട്ടൻ എവിടേക്കാണ് പോകുന്നത്? എന്താ പറ്റിയേ? അപ്പു ആരാ അത് എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അവൻ അത്ഭുതത്തോടെ അവരെ നോക്കി. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അല്ല മമ്മി, ഞാൻ ഈ ചേട്ടനോട് സംസാരിക്കുകയായിരുന്നു. ആരാ ഇത്? ഇത് മിത്രയുടെ പുതിയ PA. ഓ മോൻ എവിടെന്നാ? വീട് എവിടെയാ? ഞാൻ എൻ്റെ നാട് പത്തനംതിട്ടയാ. ആഹാ, പത്തനംതിട്ടയിൽ എവിടെയാ? തിരുവല്ലയിലാണോ? അവിടെയാണ് എൻ്റെ നാടും. ആണോ? ആ, ഞങ്ങൾ കുറച്ച് നാൾ ഫാമിലിയായിട്ട് അവിടെയായിരുന്നു, പിന്നീട് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയത്. ഓ, അല്ല മാം, മിത്രയുടെ ആരാ? കൗശിക്. വി ഹാവ് ടു ഗോ. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞു കൗശിക് അവിടെ നിന്ന് പോന്നു. മിത്ര അവിടെ നിൽക്കുന്നവരെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അവൾ നേരെ വന്ന് കാറിൽ കയറി. താൻ എല്ലായ്പ്പോഴും ഇങ്ങനെയാണോ? അതോ പെൺകുട്ടികളെ കാണുമ്പോൾ മാത്രമാണോ ഈ ഒലിപ്പീര്? മിത്ര, നോ യുവർ ലിമിറ്റ്സ്. ഐ ഹാവ് നോ ലിമിറ്റ്സ്. നിനക്കത് സെറ്റ് ചെയ്യാനും കഴിയില്ല, പക്ഷെ എനിക്ക് കഴിയും. ബിക്കോസ് ഐ ആം യുവർ ബോസ്. ഓക്കെ, നീ തന്നെയാ ബോസ്, ഞാൻ സമ്മതിച്ചു.
ഇനി പോകേണ്ടത് എവിടെയാണെന്ന് പറയും, അതോ ഗൂഗിൾ മാപ്പ് പോലെ നീ തന്നെ വഴി കാണിക്കൂ? ഞാൻ പറയും താൻ അവിടേക്ക് പോയാൽ മതി. ഇപ്പോൾ താൻ വണ്ടി എടുക്കൂ. അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. മിത്ര എന്തോ കാര്യമായി ഫോണിൽ നോക്കിയിട്ടു ദേഷ്യത്തോടെ ഫോൺ സീറ്റിലേക്ക് ഇട്ടു. ഇവിടേക്ക് വന്നപ്പോഴുള്ള മിത്ര അല്ല ഇപ്പോൾ തിരികെ പോകുമ്പോഴുള്ളതെന്ന് കൗശികിന് തോന്നി. അവൾ പെട്ടെന്ന് ഏതോ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നത് അവൻ കണ്ടു. അവൾ എപ്പോഴും മെഡിസിൻ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൻ ഓർത്തു. പക്ഷേ ഇതിനെല്ലാത്തിനേക്കാൾ ഉപരി മിത്രയുടെ കള്ളി വെളിച്ചത്തായതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം തനിക്ക് പപ്പ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മിത്രയ്ക്ക് ഇപ്പോൾ ഒരു സഹോദരി അമ്മയും എവിടെ നിന്നുണ്ടായി? അപ്പോൾ അന്ന് പറഞ്ഞതെല്ലാം കള്ളമല്ലേ? എന്തിനായിരിക്കും അങ്ങനെ ഒരു കള്ളം മിത്ര പറഞ്ഞിട്ടുണ്ടാവുക? ഒന്നുകിൽ സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്തായാലും ഇത് അവളോട് ഇത് എങ്ങനെ ചോദിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ മിത്രയുടെ ചോദ്യം വന്നു. എന്താ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്? നിന്നെക്കുറിച്ചല്ല, പേടിക്കണ്ട. എന്നെക്കുറിച്ചല്ലെങ്കിലും എനിക്കറിയണം. ആയിക്കോട്ടെ, പക്ഷെ അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിയണം. വാട്ട്? നീ ഒരു ദിവസം എത്ര കള്ളം പറയും? അതെന്താ ഇപ്പം അങ്ങനെ തോന്നേ? ഒരു ദിവസം നീ ശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ കള്ളം പറയുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനിപ്പോൾ എന്ത് കള്ളം പറഞ്ഞു എന്നാ? നീ ഇപ്പോൾ കള്ളം പറഞ്ഞു എന്നല്ല, നീ എപ്പോഴും കള്ളങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മനസ്സിലായില്ല? മനസ്സിലാക്കിത്തരാം. നീ മുമ്പ് പറഞ്ഞിരുന്നത് ഒരു സിംഗിൾ പാരൻ്റ് ചൈൽഡാണെന്നാ. അപ്പോൾ ഈ അമ്മയും സഹോദരിയും അപ്പോൾ എവിടെ നിന്നാണ് വന്നത്? മനത്തൊന്ന് പൊട്ടി വീണതാണോ? എന്തേ ഉത്തരമില്ലേ? ഓ, കള്ളി വെളിച്ചത്തായത് എൻ്റെ ചമ്മൽ കാണും അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ തന്നോട് അങ്ങനൊരു കള്ളം പറഞ്ഞിട്ടില്ല. ആൻഡ് സെക്കൻഡ് തിങ്, ഷീ ഈസ് നോട്ട് മൈ മോം. പണ്ടപ്പോഴോ വലിഞ്ഞു കയറി വന്നവരൊന്നും എനിക്കെൻ്റെ മമ്മയായിട്ട് കാണാൻ കഴിയില്ല. അപ്പം പിന്നെ അവരാരാ? അവർ മിസ്റ്റർ ചെയർമാൻ്റെ സ്റ്റെപ്പ് വൈഫ്. ഓ അല്ല, ചെയർമാൻ എന്ന് ഉദ്ദേശിച്ചത് നിൻ്റെ പപ്പയല്ലേ? പപ്പയല്ല, പപ്പ എന്നറിയപ്പെടുന്ന ആൾ. ആയിക്കോട്ടെ, ആദിശേഷങ്ങളുടെ വൈഫല്ലേ? യാ. അപ്പോൾ നിൻ്റെ സ്റ്റെപ്പ് മദർ, നിൻ്റെ രണ്ടാം അമ്മയാണ്. മറ്റേത് നിൻ്റെ സിസ്റ്ററും. ഞാൻ പക്ഷെ അങ്ങനെ കണക്കാക്കിയിട്ടില്ല. എനിക്കൊരു രണ്ടാനമ്മയും സഹോദരിയും വേണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ എന്നെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യവുമില്ല. മിസ്റ്റർ ആദിശേഷന് ഒരു ഭാര്യ വേണമെന്ന് തോന്നിയപ്പോൾ അയാൾ അവരെ കൊണ്ടുവന്നു. അതിൽ എന്നെ കൂടെ അതൊരു മകളും കൂടി വേണമെന്ന് തോന്നിയപ്പോൾ അവളും വന്നു. അത് അയാളുടെ ചോയ്സ്. പക്ഷെ ആ ചോയ്സ് ഞാനും കൂടി അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഞാൻ അവരെൻ്റെ സ്റ്റെപ്പ് മദർ പോയിട്ട് ഒരു നൈബർ ലേഡിയായിട്ട് പോലും കണ്ടിട്ടില്ല. എനിക്ക് കാണുകയും വേണ്ട. യു ക്ലിയർ? ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? യു ആർ സോ റൂഡ്. ഒരു പെൺകുട്ടി എങ്ങനെ ഇത്രയും റൂഡാകാൻ കഴിയുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ മമ്മയുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ കഴിയില്ല. എൻ്റെ മമ്മയ്ക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയുകയില്ല. യു ഗോട്ട് ഇറ്റ്? ഇപ്പോൾ എല്ലാം ക്ലിയർ ആയില്ലേ? കാർ തിരികെ കമ്പനിക്ക് മുന്നിലെത്തി. അവിടെ പുറത്തു തന്നെ റിക്കി കാത്തു നിൽക്കൊണ്ടായിരുന്നു. അവനെ കണ്ടതും മിത്രയുടെ മുഖം മാറി. അത് കൗശി ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ പ്രസൻസ് പോലും അവൾ ആഗ്രഹിക്കുന്നില്ല എന്നവന് മനസ്സിലായി. എന്നിട്ടും അവൾ അവൻ്റെ മുന്നിൽ അഭിനയിക്കുന്നു. എന്തിന്? അതാണ് കൗശിക്കിന് ഇതുവരെ മനസ്സിലാകാത്തത്. എന്തായാലും ഇരുവരും കാറിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷെ കാറിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മിത്ര പിന്നെ വേറെ മിത്രയായി. ഹായ് ഋത്തി, വന്നിട്ട് കുറേ നേരമായോ? എന്താ വിളിക്കാഞ്ഞേ? ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഋത്തിക്ക് തലതിരിച്ച് കൗശിക്കിനെയാണ് നോക്കിയത്. കാരണം ഡ്രൈവറിൻ്റെ സീറ്റിൽ കൗശിയാണല്ലോ. അത് ഋത്തിക്കൊന്നും വിചാരിക്കരുത്. പപ്പയുടെ ഒരു അർജൻറ്റ് കോൾ വന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. നമ്മുടെ ഡ്രൈവർ അപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. സോ ഞാൻ അതുകൊണ്ടാണ് കൗശിക്കിനെ കൂട്ടിയത്. ഹേയ്, ഞാനതല്ല നോക്കിയത്. താനങ്ങനെ തൻ്റെ PA അങ്ങനെ കൂടെ കൂട്ടാറില്ലല്ലോ. അപ്പോൾ കൗശിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലേ അവനെയും കൂടെ കൂട്ടിയത്. അതാണ് ഞാൻ ചിന്തിച്ചത്. ബെസ്റ്റ്. പിന്നെ അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്നാ? ഏയ്, ഞാൻ കൗശിക്കിനോട് ചോദിച്ചിട്ടാണ് കൊണ്ടുപോയത്. അയാൾക്ക് വിരോധമൊന്നും ഇല്ലായിരുന്നു അല്ലേ കൗശിക്? അത് കേട്ടാൽ മതി. തെന്നോക്കെ ഇപ്പം ടൈം 5:30 കഴിഞ്ഞു.
ഇനി എനിക്ക് എൻ്റെ ചെക്കനെ കൊണ്ടുപോകല്ലേ? യാ ഷോ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം മിത്ര. ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ ബൈ. അവരവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ മിത്രയ്ക്ക് അവനെ പറഞ്ഞു വിടാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ അവൾ മറ്റൊരു ലോകത്തായിരുന്നു. അവൻ സ്നേഹത്തോടെ ഒരു വാക്കുപോലും അവളോട് മിണ്ടിയില്ല എങ്കിലും ഇനി മിണ്ടില്ല എന്നറിയാമെങ്കിലും അവൻ തൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അവളുടെ ആശ്വാസം. സ്കൂൾ സമയത്ത് അവളോട് ചിരിച്ച് കളിച്ച് സംസാരിച്ചിരുന്നത് പോലെ ഇനി ഒരിക്കലും ഉണ്ടാകില്ല. എന്നാലും അവൻ കൂടെ ഉണ്ടായിരുന്നാൽ മതി. എന്തായാലും നാളെ നേരം വെളുക്കുന്നത് വരെ ഇനി അതിനു വേണ്ടി കാത്തിരിക്കണം, അവനെ ഒന്ന് കാണാൻ. രാത്രി റിക്കിയുടെ പപ്പയും മമ്മിയും ഒപ്പം കൗശിയും ഡിന്നറിന് ഒരുമിച്ചാണ് ഇരുന്നത്. ആ കൗശി ബേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ജോബ്? റിക്കി പറഞ്ഞിരുന്നു ആദിശേഷൻ്റെ കമ്പനിയിലാണ് ഇൻ്റർവ്യൂ എന്ന്. എങ്ങനെയുണ്ടായിരുന്നു? കേസ് ഏതാ? ഒന്നുകിൽ ഹിന്ദി പറയും, ഇല്ലെങ്കിൽ മലയാളം പറയും. ഇതെല്ലാം കൂടി കിച്ചടി പരുവം. നിങ്ങളുടെ കിച്ചടിയാണോ അതോ ഞങ്ങളുടെ കിച്ചടിയാണോ? എവിടത്തെ കിച്ചടിയാണേലും ഏതെങ്കിലും ഒന്ന് മതി. തേക്ക് നാ കൗശി ബേട്ട, ഞാനൊരു മുംബൈ വാലാഹും, എന്നിട്ട് കഷ്ടപ്പെട്ട് മലയാളം പറയുന്നു, എല്ലാം അവൾക്ക് വേണ്ടി. എന്നിട്ടൊരു നന്ദിയില്ല മോനെ. പപ്പയ്ക്ക് നന്നായിട്ട് മലയാളം അറിയാം. 10-25 വർഷം മമ്മിയുടെ കൂടെ ജീവിച്ചിട്ട് മലയാളം അറിയില്ലെന്നോ കള്ള മുംബൈ വാല. എടാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദി പറഞ്ഞില്ലെങ്കിൽ ഞാനത് മറന്നു പോകും. ഇറ്റ്സ് മൈ മദർ ടങ്. ഓക്കെ യു ക്യാരി ഓൺ. ഓക്കെ ബേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു ജോലി? മോനിപ്പോൾ മിത്രയുടെ PA ആണല്ലേ? അതെ. അതെന്താ പഴയ ആളെ മാറ്റിയോ? അയാൾ നമ്മുടെ റിക്കിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രയോറിറ്റി കാണിച്ചു അല്ലേ റിക്കി? അതെ. എനിവേ, മോൻ നല്ലയിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടത് അല്ലേ മീന? ഐ തിങ്ക് സോ. എന്താ അതിലൊരു വിയോജിപ്പുള്ളത് പോലെ? ഷീസ് എ ഗുഡ് ഗേൾ. അവളുടെ ആ പെരുമാറ്റ രീതിയും മിടുക്കുമെല്ലാം ബാക്കിയുള്ള പെൺകുട്ടികൾ കണ്ടുപിടിക്കണം. ഞാൻ അതിനില്ലെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ നിനക്കെന്തോ വിമിഷ്ടമുള്ളതുപോലെ. പപ്പ, മമ്മിക്ക് മുമ്പേ വിമിഷ്ടം ഉണ്ടല്ലോ. മമ്മിയുടെ ക്ലബിലെ കൂട്ടുകാരുടെ മകളെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു വിമിഷ്ടം. ആ ക്ലബ് ആൻറ്റിയുടെ മകളെ വേണേൽ ഇവിടെ പപ്പയ്ക്ക് രണ്ടാമത് കെട്ടിച്ചു കൊടുക്കാം. എൻ്റെ പപ്പയെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, നാളത്തെ കോഫിയിൽ ഞാൻ വിമ്മ് കലക്കി തരും. ഇവള് തന്നാലും തരും റിക്കി. അവർ അവിടെ സംസാരത്തിൽ മുഴുകിയപ്പോൾ കൗശി ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. എല്ലാവരും മിത്ര വളരെ ഇന്നസെൻ്റായിട്ടുള്ള കുട്ടിയാണെന്നാണ് കരുതി വച്ചിരിക്കുന്നത്. അവൾ അങ്ങനെ ഒരാളല്ല എന്ന് ഇവരെങ്ങനെ അറിയിക്കും? ഇത് ഓർക്കുന്നതിനിടയ്ക്ക് അവൻ റിക്കിയെ നോക്കി. അവൻ എത്ര സന്തോഷവാനാണ്. അവൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് അവൻ സ്നേഹിക്കുന്നത് ഒരു റോങ് പേഴ്സണാണെന്ന് പറയുക? അങ്ങനെ പറഞ്ഞാൽ തന്നെ അവനത് വിശ്വസിക്കുമോ? പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ കൗശി അറിഞ്ഞുകൊണ്ട് റിക്കിയെ വഞ്ചിക്കുന്നത് പോലെയാകും. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ശരിക്കും താനൊരു ചെകുത്താനും നടുകടലിൽ നടുക്കാനാണെന്ന് അവന് മനസ്സിലായി. 8 ദിവസം കൊണ്ട് ജീവിതം ഇത്ര കണ്ട് മാറി മറിയുമെന്ന് അവൻ വിചാരിച്ചതേയില്ല. കൗശിക്, എന്താ ഇത്ര ദീർഘമായിട്ട് ആലോചിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഞാൻ കൗശി ഒരു തുറന്ന പുസ്തകമല്ലെന്ന് എനിക്കറിയാം. ഇനിയും തുറക്കാത്ത കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും എനിക്കറിയാം. അതൊന്നും ഞങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷെ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഡെസ്പേർട്ട് ഇരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളിൽ. മമ്മി, എന്താടാ? അവനൊരു വിഷമവും ഇല്ല. മമ്മി വെറുതെ പറഞ്ഞ് വിഷമിപ്പിക്കാതിരുന്നാൽ മതി. ഓ, ഇപ്പം അങ്ങനെയായോ? അവൻ്റെ മുഖത്ത് എന്തോ വിഷമമുള്ളതുപോലെ എനിക്ക് തോന്നി, അതാ പറഞ്ഞത്. ഹേയ് ഇല്ല ആൻറ്റി, ഞാൻ ഓക്കെയാണോ? ആൻറ്റിക്ക് വെറുതെ തോന്നിയതാ. എന്തായാലും കൗശിക്കിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഒരമ്മയെ പോലെ കണ്ട് എന്നോട് പറയാം കേട്ടോ. ഷുവർ. പിറ്റേ ദിവസം ഋത്തിക്കിന് അത്യാവശ്യമായി പോകണമെന്നുള്ളതുകൊണ്ട് കൗശിയെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ ഉടനെ പോയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൻ വീണ്ടും മിത്രയുടെ ഓഫീസിലേക്ക് എത്തിയത്. പക്ഷെ അതേസമയം ക്യാബിനിൽ വെറുതെ ഇരുന്ന മിത്ര ഋത്തിക് വരുന്നത് കണ്ടതും ഫോണിലെടുത്ത് ആരോട് സംസാരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങി. ഇത് കൗശിക് കാണുന്നുണ്ടായിരുന്നു. എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തതെന്നറിയാൻ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. എന്നാൽ ക്യാബിനിൽ മുന്നെത്തിയ ഋത്തിയാകട്ടെ അവളുടെ പെർമിഷൻ ഇല്ലാതെ അകത്ത് കയറില്ല എന്നുള്ളതുകൊണ്ട് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിന്നു. അവളോ ഋത്തിയെ കണ്ട ഭാവം പോലും നടക്കാതെ
ഫോണിൽ ആരോടോ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ കൗശിക്കിന് നല്ലതുപോലെ ഹർട്ടാകുന്നുണ്ടായിരുന്നു. ഋത്തിക്കൊരു ഇന്നസെൻറ്റ് പേഴ്സണാണ്. ആ ഇന്നസെൻസിനെയാണ് അവൾ ചൂഷണം ചെയ്യുന്നത്. പക്ഷെ അവന് മനസ്സിലാകാത്തത്, അവൾക്ക് അവനെ ഇഷ്ടമില്ല എങ്കിൽ ഇഷ്ടമില്ല എന്ന് തുറന്നു പറഞ്ഞാൽ പോരെ. എന്തിനാണ് അവളിങ്ങനെ അഭിനയിക്കുന്നത്? അറിയില്ല. ഒരു പക്ഷെ അവൻ്റെ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവളെ ഇട്ടുമൂടാനുള്ള പണമുണ്ടെന്ന് അവൻ തന്നെയല്ലേ പറഞ്ഞത്. ദെൻ വൈ? അതിനുള്ള ഉത്തരം കൗശിക്കിന് കണ്ടെത്തണം. അതല്ല എങ്കിൽ മിത്രയുടെ കയ്യിൽ നിന്ന് ഋത്തിക്കിനെ രക്ഷിക്കണം. ബിക്കോസ് ഷീ ഈസ് എ കില്ലർ. ഒരവസരം കിട്ടിയാൽ അവൾ ഇനിയും ആരെയും കൊല്ലാൻ മടിക്കില്ല. റിക്കിയുടെ ഇന്നസെൻസും അവൻ്റെ കളങ്കമില്ലാത്ത സ്നേഹവും മിത്ര ഒരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല എന്നവന് തോന്നി. അതേസമയം കുറച്ച് സമയത്തിന് ശേഷം മിത്ര അവനെ കണ്ട് ഫോൺ കട്ട് ചെയ്തു. ഹേയ് ഋത്തിക്, ഞാൻ കണ്ടില്ല, വന്നിട്ട് ഒരുപാട് നേരമായോ? എന്തിനാ പുറത്ത് തന്നെ നിന്നത്? അകത്ത് കയറായിരുന്നില്ലേ? ഹേയ്, താനോടെ ബിസി ആയിരുന്നില്ലേ? അതാ ഞാൻ ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയത്. ഓ സ്വീറ്റ്. ശരി, അകത്ത് കയറുക. പിന്നെ എന്താ വിശേഷം? ഞാൻ ഇന്നലെ ചോദിക്കാൻ വിട്ടു. പപ്പയ്ക്കും മമ്മിക്കും സുഖമല്ലേ? ഞാനൊരു അന്വേഷിച്ചെന്ന് പറയണം. ഞാൻ പറയാം. ഞങ്ങൾ ഇന്നലെ കൂടി മിത്രയുടെ കാര്യം സംസാരിച്ചതേ ഉള്ളൂ. നല്ലത് തന്നെയാണോ സംസാരിച്ചത്? പിന്നല്ലാതെ. മിത്രയെക്കുറിച്ച് മോശം സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നേരത്തെ ഫോണിലാരാ? ക്ലൈൻ്റ് ആയിരുന്നോ? ആ, എനിക്ക് തോന്നി എന്ന് പറഞ്ഞതും അവളുടെ ഫോൺ റിങ് ചെയ്തു. പക്ഷെ അതവൾ പെട്ടെന്ന് കട്ടാക്കി. ഏയ്, ഫോൺ എടുക്കാതിരുന്ന എന്താ? ചിലപ്പോൾ ഏതെങ്കിലും അർജൻറ്റ് കോളായിരിക്കും. ഇതാ ക്ലൈൻറ്റാ, ഞാൻ പിന്നെ സംസാരിക്കാം. പിന്നെ മിത്രയ്ക്ക് സുഖമല്ലേ? ഇന്നലെ വന്നിട്ട് എനിക്കൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് സുഖത്തിനൊരു കുറവുമില്ല. ഐ ആം സോ ഹാപ്പി. താൻ എപ്പോഴും ഹാപ്പി ആയിരിക്കണം, അതാണ് എനിക്കും ആഗ്രഹം. ആ ഫോൺ എടുക്കടോ, ഞാൻ വെയിറ്റ് ചെയ്യാം. അവൾ കോൾ അറ്റൻഡ് ചെയ്ത് എന്തോ സംസാരിച്ചിട്ട് കോൾ കട്ട് ചെയ്തു. സോറി ഋത്തി, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അതൊന്നും സാരമല്ല. മിത്രയുടെ തിരക്ക് എനിക്കറിയാമല്ലോ. ഒരു കമ്പനിയുടെ MD ആയിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതിൻ്റെ തിരക്കും സ്ട്രെസ്സും എനിക്കും മനസ്സിലാകും. കാരണം ഞാനൊരു MD ആണല്ലോ. യു ആർ റൈറ്റ്. പിന്നെ ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനായിരുന്നു. എന്താ? ഇന്ന് വൈകുന്നേരം ഇവിടെ അടുത്തൊരു എക്സിബിഷൻ ഉണ്ട്. നമുക്ക് രണ്ടാൾക്ക് വേണ്ടി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. താൻ വൈകുന്നേരം ഫ്രീ ആണോ? അതിനെന്താ, നമുക്ക് പോകാം. അപ്പോൾ ഞാൻ വൈകുന്നേരം അപ്പാർട്ട്മെൻറ്റിലേക്ക് വരട്ടെ തന്നെ പിക്ക് ചെയ്യാൻ? ഷോ. പിന്നെ നെക്സ്റ്റ് വീക്ക് മമ്മിയുടെ ബർത്ത്ഡേ ആണ്. ചെറിയ രീതിക്കൊരു പാർട്ടി ഉണ്ട്. താൻ തീർച്ചയായിട്ടും വരണം. മമ്മിയുടെ ആണോ? ഞാൻ തീർച്ചയായിട്ടും വരും. അതിന് എന്നെ പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മുടെ മമ്മിയല്ലേ. വീണ്ടും ഋത്തിക്ക് എന്തോ പറയാൻ തുടങ്ങി. വീണ്ടും ഫോൺ റിങ് ചെയ്തു. സാരമില്ല, ഫോൺ എടുക്ക്, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. സോറി എന്ന് പറഞ്ഞവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. പപ്പ, ഇന്നോ? ഈവനിങ്ങോ? ഓക്കെ, ഞാൻ വരാം. ഓക്കെ, ബൈ. ആരാ? പപ്പയാ? ഇന്ന് ഈവനിങ് ഒരു മീറ്റിംഗ് ഉണ്ടെന്നു, അത് പറയാനാണ് വിളിച്ചത്. ഇന്ന് ഈവനിങ്ങോ? അയ്യോ, ഞാൻ മറന്നു. ഇന്ന് ഈവനിങ് അല്ലേ ഋത്തിക്ക് എക്സിബിഷനെ കുറിച്ച് പറഞ്ഞത്? ഞാനത് മറന്നു. ഓക്കെ, ഞാൻ പപ്പയോട് അത് മീറ്റിംഗ് മാറ്റി വയ്ക്കാൻ പറയാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ, മീറ്റിംഗ് ഒന്നും മാറ്റി വയ്ക്കണ്ട. അപ്പോൾ എക്സിബിഷൻ അത് പോസ്റ്റ്പോണ്ട് ചെയ്യാം. ദാറ്റ്സ് നോട്ട് എ ബിഗ്. താൻ അത് ആലോചിച്ച് വിഷമിക്കണ്ട, ഓക്കെ? അല്ല, ഋത്തിക ആഗ്രഹിച്ചിട്ട് സാരമില്ലടോ, താൻ വിഷമിക്കല്ലേ. നമുക്ക് പിന്നെ ഒരു ദിവസം നോക്കാം. പിന്നെ താൻ ബർത്ത്ഡേയുടെ കാര്യം മറക്കണ്ട. തന്നെ ഓക്കെ, തൻ്റെ ജോലി നടക്കട്ടെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. താൻ ഫ്രീ ആകുമ്പോൾ വിളിക്കൂ, ഓക്കെ? അവൻ കൗശിയോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അവൻ പോയി കഴിഞ്ഞതും അവൾ ഫോണിൽ സെറ്റ് ചെയ്തിരുന്ന അലാറം ഓഫ് ചെയ്തു. അപ്പോഴേക്കും കൗശിക് ക്യാബിനിലേക്ക് വന്നിരുന്നു. കൗശിക്, ഐ എക്സ്പെക്റ്റഡ് യു. ഞാനും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്ത്? നിൻ്റെ ഡ്രാമ. നീ അഭിനയിക്കുമെന്നറിയാം, പക്ഷെ ഇത്രയും ചീപ്പ് ഡ്രാമ ഇറക്കി അഭിനയിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. നിന്നെപ്പോലൊരു തേർഡ് റേറ്റ് ക്രിമിനലിന് അവനെപ്പോലൊരു ചെക്കനെ കിട്ടിയത് ഭാഗ്യമായിട്ടാണ് കരുതേണ്ടത്. മിസ്റ്റർ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ചാണോ ഇത്ര നേരം പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലായിരുന്നു.
മനസ്സിലാകില്ല. നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയ ടോപ്പിക്കും അല്ല. ബിക്കോസ് ഇറ്റ്സ് എ ബെസ്റ്റ് ഫ്രണ്ട് തിങ്സ്. അതൊന്നും നിനക്ക് മനസ്സിലാകണമെന്നില്ല. മനസ്സിലാകുമായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്നേഹം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നേനെ. കൊന്നു കളഞ്ഞില്ലേ നീ അവളെ? നിന്നോട് അവൾ എന്ത് തെറ്റാ ചെയ്തത്? നിന്നെ സ്വന്തം എന്ന പോലെയല്ലേ അവളെ സ്നേഹിച്ചത്. എന്നിട്ട് നീ ചെയ്തതെന്താ? നീ തിരികെ കൊടുത്തതെന്താ? അപ്പോൾ നീ അവളെ ഇതുവരെ മറന്നില്ല. അതിന് ഞാൻ മരിക്കണം. നീ എന്താ കരുതിയത്? അവളെ കൊന്നുകളഞ്ഞ് ഞാനങ്ങ് മറന്നു കളയുന്നു, എന്നിട്ട് നിന്നെ സ്നേഹിക്കുമെന്നു? ഷൂട്ടാംബാസ്, സ്വപ്നത്തിൽ പോലും നീ അങ്ങനെ ചിന്തിക്കരുതായിരുന്നു. നീ അവളെ ഇനഫ്. ഇറ്റ്സ് ഇനഫ്. എനിക്ക് അവളെക്കുറിച്ചൊന്നും കേൾക്കണ്ട. കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓ, കൊന്നിട്ട് നിന്റെ ദേഷ്യം മാറിയില്ല അല്ലേ? കൊന്നിട്ട് നിനക്ക് അവളോടുള്ള ഇഷ്ടം മാറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ദേഷ്യം എങ്ങനെ മാറും? കൗശി, നിന്നെ സ്നേഹിച്ചത് ഞാനാണ്, അവളല്ല. എൻ്റെ ഉള്ളിലെ മറ്റൊരു ജീവനെ പോലെ നിന്നെ കൊണ്ടു നടന്നത് ഞാനാണ്. എന്നിട്ട് നിനക്കിപ്പോഴും എന്നെ മനസ്സിലാകുന്നില്ല. ഈ ലോകം വിട്ട് പോയവളെ നീ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് വേണ്ടി ഈ ലോകത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വരെ തയ്യാറായിട്ടവളെ നീ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. വാട്ട് ഈസ് ദ റീസൺ? എനിക്കില്ലാത്ത എന്താ അവൾക്കുള്ളത്? ഇത് തന്നെയാണ് റീസൺ. നീ എനിക്ക് വേണ്ടി ഒരാളെ കൊല്ലും, പക്ഷെ അവൾ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകും. നീ തയ്യാറാണോ എനിക്ക് വേണ്ടി മരിക്കാൻ? ഇല്ലല്ലോ. അതാ നീയും അവളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഋത്തിക്, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവൻ എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അതെനിക്കും ഉണ്ടായതുപോലെയാണ്. നീ മനഃപൂർവ്വം അവനെ പുറത്ത് നിർത്തി ഇൻസൾട്ട് ചെയ്തു, പക്ഷെ അവനത് മനസ്സിലാക്കുന്ന പോലുമില്ല. കാരണം അവൻ നിന്നെ അത്രയ്ക്ക് വിശ്വസിക്കുന്നതുകൊണ്ട്. അവനെ നീ മനഃപൂർവ്വം വഞ്ചിക്കുന്നു. നിനക്ക് അവനോട് ഇഷ്ടമില്ലെങ്കിൽ കൂടി ഇഷ്ടമുള്ളതുപോലെ അഭിനയിക്കുന്നു. ഫോർ വാട്ട്? പക്ഷെ അതെന്തിനാണെങ്കിലും ഇത് അധികം നാൾ നീണ്ടുപോയില്ല. നിന്റെ ഈ കപട നാടകം ഞാൻ അവൻ്റെ മുന്നിൽ തുറന്ന് കാണിക്കും. എന്നിട്ടെന്ത് ചെയ്യും? എന്നെ ജയിലിലടയ്ക്കും? അതോ നാട് കടത്തൂ? തലമുണ്ഠനം ചെയ്ത് കഴുതപ്പുറത്തിരുത്തി? എന്താ കൗശി ഇങ്ങനെ? ഞാൻ നിന്നെ സ്നേഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതിനുള്ള ശിക്ഷയാണോ ഇത്? ഞാൻ സ്വീകരിച്ചോളാം. നീ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ വാങ്ങിക്കോളാം. എന്നെ ശിക്ഷിക്കാൻ ഈ ലോകത്ത് അർഹനായവൻ നീ മാത്രമാണ്. നിനക്ക് മാത്രം അതിനുള്ള അവകാശമുണ്ട്. നിനക്ക് മാത്രമേ ഉള്ളൂ. അതിനവൻ എന്തോ പറയാൻ തുടങ്ങിയത് പെട്ടെന്ന് ക്യാബിൻ തുറന്നു ഒരാൾ അകത്തേക്ക് കയറി വന്നു. കൗശിക് പുറത്ത് വെയിറ്റ് ചെയ്യും. അവൻ പുറത്തേക്ക് ഇറങ്ങി. ആ സമയം ആ വന്ന ആൾ കൗശിക്കിനെ സൂക്ഷിച്ച് നോക്കി. ഹൂസ് ദിസ് ഗൈ? ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇപ്പം അത് ചോദിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നോ 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 നോ. മിസ് എം ടിയുടെ പേരിൽ ചില കംപ്ലയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ചില ഉത്തരവാദിത്തമില്ലായ്മ ചൂണ്ടിക്കാണിക്കണം. ദാറ്റ്സ് ഇറ്റ്. എന്ത് കംപ്ലയിൻറ്റ്? അത് ഞാൻ പറയാം. ഞാൻ വിളിച്ചു ചേർത്ത് കഴിഞ്ഞ 2 ബോർഡ് മീറ്റിങ്ങിലും ഒരു MD എന്ന നിലയിൽ നീ അറ്റൻഡ് ചെയ്തിട്ടില്ല. റീസൺ ചോദിച്ചതിന് എക്സ്പ്ലനേഷനും ഇല്ല. അതുപോട്ടെ, കഴിഞ്ഞ 6 മാസമായിട്ട് കമ്പനിയുടെ ഗ്രോഗ്രാഫ് താഴോട്ടാണ്. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? കമ്പനി മൂക്കും കുത്തി താഴേക്ക് വീഴുമ്പോൾ നീ ഇവിടെ എന്താണ് നോക്കി നിൽക്കുന്നത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? മൂക്കും കുത്തി വീഴാൻ പോകുന്നതിനെ പിടിച്ചു നിർത്തണം? വാവ്, ഗുഡ് ക്വസ്റ്റ്യൻ, വെരി റെസ്പോൺസിബിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്കിൽ പറയും, നീ ഈ കമ്പനിയിൽ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് എത്ര ദിവസമായി?
മിത്ര, നിന്നെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താം. നീ ചോദിച്ചു വാങ്ങിയതാണ് ഈ MD സ്ഥാനം. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. എന്നാലും ഈ MD സ്ഥാനം കുരങ്ങൻ്റെ കയ്യിലെ പൂമാല പോലെ ആവരുത്. അങ്ങനെ സംഭവിച്ചാൽ ആ സ്ഥാനം മിടുക്കരവർക്ക് കൊടുക്കാൻ എനിക്കറിയാം. ഓ, അപ്പോൾ ഏതോ മിടുക്കനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് സാരം അല്ലേ? മിസ്റ്റർ ചെയർമാൻ എന്നെ ഭീഷണിപ്പെടുത്താനാണ് ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഒരു ഫോൺ കോൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ മതിയായിരുന്നു. ഞാൻ പേടിച്ചോളും. നീ എന്താ എന്നെ കളിയാക്കുവാണോ? നോ, ദ ഗ്രേറ്റ് ആദിശേഷനെ കളിയാക്കിന് മാത്രം ഞാൻ വളർന്നിട്ടില്ല. ഞാൻ താങ്കളെ ഹെൽപ്പ് ചെയ്യായിരുന്നു മിത്ര. ഞാൻ നിൻ്റെ പപ്പയാണ്. സോ വാട്ട് ഷുഡ് ഐ ഡു? ഓ, ആർ യു സീക്കിംഗ് സം റെസ്പെക്റ്റ്? പപ്പയാണെന്ന് പറഞ്ഞ് എന്താ ഇംപ്ലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിനക്ക് എന്നു മുതലേ എൻ്റെ നേർക്ക് നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടിയത്? അതോ ഒരു രാത്രി ചുമ്മാതെ ഉറങ്ങിക്കിടന്ന് എൻ്റെ ബെഡ്റൂമിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന് മിത്ര വേക്കപ്പ്, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ രാത്രി മുതൽ. അത് എന്തുകൊണ്ടാണെന്ന് കൂടി ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇറ്റ്സ് മൈ ഫോൾട്ട്, ഇറ്റ്സ് മൈ ഫേറ്റ്. എൻ്റെ ഗതികേട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ നിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കേണ്ടി വന്നത്. സ്വന്തം മകളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ഒരു ഗതികേടായിട്ടാണോ മിസ്റ്റർ ആദിശേഷന് തോന്നുന്നത്? യെസ്, എൻ്റെ മകളാണ് നീയെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. ഓക്കെ, കഴിയേണ്ടതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യവുമില്ല. ഇനി ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു മറ്റൊരു റീസൺ കൂടി പറയാം. ആ പുറത്തെടുക്കുന്ന കാരണം എന്താ പറ്റിയത്? ഐ തിങ്ക് ഇറ്റ്സ് മെറ്റ് ആൻ ആക്സിഡൻറ്റ്. ഐ തിങ്ക്? എന്താ നിനക്ക് ഉറപ്പില്ലേ? യാ, ഇറ്റ്സ് ആൻ ആക്സിഡൻറ്റ്. ഹൗ ആൻഡ് വെൻ? എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്കറിയാം. ഡ്രൈവിംഗ് അറിയാത്തൊരു ഡ്രൈവറിനെ നീ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ആദിശേഷം എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അതിൻ്റെ ഇൻഫോമർ ആരാണെന്ന് അവൾക്ക് മനസ്സിലായി. ടെൽ മീ മിത്ര, ഞാൻ വന്നപ്പോൾ ഇറങ്ങിപ്പോയി ചെക്കനാണോ നിൻ്റെ പുതിയ ഡ്രൈവർ? ഹീ ഈസ് നോട്ട് മൈ ഡ്രൈവർ, ഹീ ഈസ് മൈ ന്യൂ PA. PA? അപ്പോൾ അനുഭവ ഐ റീപ്ലേസ്ഡ് ഹിം. ആരോട് ചോദിച്ചിട്ട്? ആരോടാ ചോദിക്കേണ്ടത്? എനിക്കതിനുള്ള അധികാരം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. യാ, അബ്സല്യൂട്ട്ലി, നിനക്കതിനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ ഓഫീസിലെ സ്വത്തുവകളെ നശിപ്പിക്കാനുള്ള റൈറ്റ്സ് നിനക്കില്ല. അവൻ മനഃപൂർവ്വം കാർ ആക്സിഡൻ്റ് ആക്കുന്നു, ടേബിൾ തട്ടിയിരുന്നു, ബട്ട് യു ഡിഡ്ന്റ് ടേക്ക് എനി ആക്ഷൻ ഓൺ ഹിം. വൈ? അതിൽ ആക്ഷൻ എടുക്കാനുള്ള എന്തെങ്കിലും റീസൺ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഓ, അവൻ നശിപ്പിച്ചത് എൻ്റെ സ്വത്താണല്ലോ. ലുക്ക് അറ്റ് മീ മിത്ര, ഈ കമ്പനിയും ഈ കമ്പനിയിലെ മറ്റു പ്രോപ്പർട്ടീസും എൻ്റെ 30 വർഷത്തെ അധ്വാനമാണ്. അല്ല, നിൻ്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതല്ല നിൻ്റെ ഇഷ്ടത്തിന് നശിപ്പിക്കാൻ. അത് കേട്ടതും അതുവരെ ക്ഷമയോടെ ഇരുന്ന മിത്ര ചേർന്ന് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവിടുത്തെ ഗ്ലാസ് ഡോർ വലിച്ചടച്ചു. ഇതും അവൻ പൊട്ടിക്കാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. ഇപ്പോൾ ഓക്കെ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ എസ്റ്റിമേറ്റ് എത്രയാണെന്ന് വെച്ചാൽ മിസ്റ്റർ ചെയർമാൻ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതെന്ന് തന്നോളാം.